ഹേ ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് റിവ്യൂ ആണ്. നിങ്ങൾ തമ്മിൽ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് എനിക്കറിയാം. ഓയിലി സ്കിൻ ആയിട്ടുള്ള ആൾക്കാർ ഇപ്പൊ നല്ലൊരു മോയ്സ്ചറൈസർ തപ്പി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സീക്ക കാമിങ് മോയ്സ്ചറൈസർ ഞാൻ നല്ലതായിട്ട് കണ്ടു. അത് നല്ലതായിരിക്കുമോ എന്ന് തപ്പി യൂട്യൂബിൽ വന്നവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ നൈക്കയിൽ നിന്ന് വന്ന പാഴ്സൽ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. കാരണം ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം പർച്ചേസ് ചെയ്തത് നൈക്കയിൽ നിന്നായിരുന്നു. അപ്പോൾ ഞാൻ സംസാരിക്കുന്നതൊക്കെ ഓഡിയോ എന്തോ എറർ പറ്റിയിട്ട് സെറ്റായില്ല. ഇതാണ് നമ്മുടെ സീക്ക കാമിങ് മോയ്സ്ചറൈസർ. ഇങ്ങനെ ഒരു നല്ല പാക്കേജിലൊക്കെയാണ് അവർ അയച്ചേക്കുന്നത്. നൈക്കന്ന് എപ്പോഴും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സേഫ് ആയിട്ടാണ് അവർ അയക്കാറുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതാണ് ഡോട്ട് ആൻഡ് കീയുടെ നമ്മൾ പറഞ്ഞ ഒരു മോയ്സ്ചറൈസർ. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു നല്ല ക്യൂട്ട് പാക്കേജിങ്ങിലാണ് വരുന്നത്. ഡോട്ട് ആൻഡ് കീയുടെ ഒട്ടുമിക്ക പ്രോഡക്ട്സും ഭയങ്കര ക്യൂട്ട് പാക്കേജിങ്ങിലാണ്. ഇതെൻ്റെ രണ്ടാമത്തെ ബോട്ടിലും ഇതെൻ്റെ പുതിയ ബോട്ടിലുമാണ്. കൺസിസ്റ്റൻസി വരുന്നത് ഇതുപോലൊരു ലിക്വിഡി ടൈപ്പാണ്, ജെൽ ടൈപ്പ് ആണ്. സോ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിവ്യൂയിലേക്ക് പോവാം. ആദ്യമേ പറയട്ടെ, ഇതിന്റെ ഹോണസ്റ്റ് റിവ്യൂ ആയിരിക്കും. കാരണം ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം ഞാൻ നിങ്ങളുടെ മുന്നിൽ വരൂ എന്നുള്ളത് ഞാൻ തീരുമാനിച്ചിട്ടുള്ള കാര്യമായിരുന്നു. ഇത് ഞാൻ യൂസ് ചെയ്തു, 3 ബോട്ടിൽ യൂസ് ചെയ്തു. എന്റെ ഓയിലി ആക്നെ പ്രോൺ സ്കിന്നാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആണ് എപ്പോഴും വേണ്ടത്. അതും നോൺ കോമഡോജനിക് ആയിരിക്കണം. എൻ്റെ ഓപ്പൺ പോഴ്സ് ഒന്നും ക്ലോഗ് ചെയ്യുന്ന അല്ലെങ്കിൽ അടഞ്ഞു പോകുന്ന രീതിയിലുള്ള പ്രോഡക്ട്സ് ഒക്കെ ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് പിന്നെയും എനിക്ക് പിമ്പിൾസ് കൂടുതൽ വരാൻ വേണ്ടിയിട്ട് കാരണമാവും. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നോൺ സ്റ്റിക്കി ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. അതുപോലെ തന്നെ ഇതിന് ഹാർഷ് ആയിട്ടുള്ള ഒരു സ്മെല്ലൊന്നുമില്ല. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അബ്സോർബ് ആയി പോകും. എന്റെ ഒരു ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഏത് മോയ്സ്ചറൈസർ യൂസ് ചെയ്താലും കമ്പനി ക്ലെയിം ചെയ്യുന്നത് ഓയിൽ ഫ്രീ എന്നാണെങ്കിലും ഞാൻ ഉപയോഗിച്ച് വരുമ്പോൾ ഈ സാധനം നല്ല ഓയിലി ആവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഓയിലി ഫ്രീ പ്രൊഡക്ട്സ് എന്നാണെങ്കിലും ഞാൻ വാങ്ങിക്കാൻ കുറച്ച് മടിക്കാറുണ്ട്. കാരണം ഇത് കിട്ടുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഈ പർപ്പിളിന്റെ ഒരു സ്റ്റോർ ആലുവയിൽ ഉണ്ടായിരുന്ന സ്റ്റോറിൽ പോയിട്ട് ഞാനിപ്പോൾ അവരോട് ചോദിച്ചു, എനിക്ക് എൻ്റെ ഓയിലി സ്കിന്നാണ്, എനിക്ക് പറ്റുന്ന ഒരു മോയ്സ്ചറൈസർ സജസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു. സത്യമായിട്ടും അവരെനിക്ക് പറഞ്ഞു തന്നാണ് ഇതുപോലെ ഡോട്ട് ആൻഡ് കീയുടെ ഇതൊരെണ്ണം ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ വെച്ച് വാങ്ങിച്ചില്ല. അവിടെ വെച്ച് റേറ്റ് ആയിരുന്നു 400 സംതിങ് ആയിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ ആദ്യം വാങ്ങിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ചില ചാത്തൻ സാധനങ്ങളൊക്കെ കിട്ടും എന്നൊക്കെ എനിക്ക് ഇങ്ങനെ കമന്റ് വരാറുണ്ട്. പക്ഷേ ഫ്ലിപ്കാർട്ട് അഷ്വേർഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ വലിയ പണി കിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് പർച്ചേസ് ഡോട്ട് ആൻഡ് കീയുടെ സൈറ്റിൽ നിന്നായിരുന്നു. അതിൽ നിന്ന് എനിക്കൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈറ്റിൽ പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രൈസ് ഒരുപാട് കുറവിൽ വാങ്ങിക്കാൻ പറ്റും. ഇപ്പൊ തന്നെ ഞാൻ 300 സംതിങ്ങിനാണ് വാങ്ങിച്ചത്. അതിന്റെ ബോട്ടിലുള്ള റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 495. പക്ഷെ നമ്മൾ സൈറ്റിൽ പോയി വാങ്ങിക്കുകയാണെങ്കിൽ 345 അങ്ങനെ ഓഫേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇത് മൂന്നാമത് റീപർച്ചേസ് ചെയ്യാനുള്ള റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഈ മോയ്സ്ചറൈസർ രണ്ടാമത്തെ തീർന്നു കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ഇനി എന്നാ വേറെ ഒരെണ്ണം ട്രൈ ചെയ്യാന്ന് വിചാരിച്ചേ. അപ്പൊ ഈ തീർന്നു കഴിഞ്ഞിട്ട് ഞാൻ വേറൊന്നും ഓർഡർ ചെയ്തൊന്നുമില്ല. ഞാൻ ഇങ്ങനെ എന്തോ വീഡിയോ ചെയ്യാനിരിക്കുമ്പോഴത്തേക്കും എന്റെ ഫേസ് ഭയങ്കര റഫായിട്ട് വരുന്നു. ഓൾറെഡി അറിയാം എൻ്റെ അത്യാവശ്യം അങ്ങനെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്കിന്നൊന്നും അല്ല. പിമ്പിൾസും കാര്യങ്ങളും ഒക്കെ ഉള്ള ആസ് യൂഷ്വൽ കുഴികളും ഒക്കെ ഉള്ള ഒരു സ്കിന്നാണ്. അപ്പോൾ 2-3 ദിവസമായിട്ട് ഞാൻ നോക്കുമ്പോൾ ഞാൻ ഈ മോയ്സ്ചറൈസർ നിർത്തി. പക്ഷെ എൻ്റെ മുഖം ഭയങ്കര ഒരു എന്നെ തൊടുമ്പോൾ ഒക്കെ തരിതരി പോലെ. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താന്ന്. പക്ഷേ ഈ സാധനം ഉപയോഗിക്കുമ്പോൾ എനിക്ക് ആ പ്രശ്നമില്ല. ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ എൻ്റെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവുന്ന പോലെ ഫീൽ ആവാറുണ്ട്. അതാണ് ഞാൻ മെയിനായിട്ട് ഇത് വാങ്ങിക്കാൻ കാരണം. അപ്പൊ ഞാൻ വിചാരിച്ചു മേ ബി മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. പക്ഷെ നല്ലൊരു ഒരു മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നിലുള്ള ഒരു മോയ്സ്ചർ കണ്ടന്റ്, എല്ലാവർക്കും ഒരു മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവുമല്ലേ, അത് ലോക്ക് ചെയ്ത് പിടിക്കാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസർ ആവണം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ആസ് എ ഓയിലി സ്കിൻ ഗേൾ എന്ന ടൈപ്പിൽ നോക്കുവാണെങ്കിൽ എനിക്കിത് ഓക്കെയാണ്. കാരണം എനിക്ക് കുരു വരാത്ത, എനിക്ക് പിമ്പിൾസ് തരാത്ത പ്രോഡക്ട്സ് ഒക്കെയാണ് എനിക്ക് അടിപൊളി. എനിക്ക് മേ ബി ഒരു പ്രോഡക്റ്റ് അധികം റിസൾട്ട് ഒന്നും തന്നില്ലെങ്കിലും അത് ഇട്ടിട്ട് എനിക്ക് പിമ്പിൾസ് ഒന്നും വന്നില്ലെങ്കിൽ സമാധാനമാണ്. അത് പിമ്പിൾസ് ഉള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ഈ ഒരു സ്കിന്ന് സ്മൂത്ത് ആവാനും പിന്നെ ഓയിലി ആവുന്നില്ല, നന്നായിട്ട് അബ്സോർബ് ആയി പോകും. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് എനിക്കൊരു നല്ല ഓപ്ഷൻ ആയിട്ട് തോന്നുന്ന ഓയിലി സ്കിന്നുകാർക്ക്, ഓയിലി ആക്നെ പ്രോൺ ഉള്ള സ്കിന്നുകാർക്ക് ഇത് നല്ലതാവും. പക്ഷെ ഡ്രൈ സ്കിന്നിന് ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഡ്രൈ സ്കിന്നിന്റെ കുറച്ചും കൂടെ ഒരു മോയ്സ്ചർ ലോക്ക് ചെയ്യാൻ പറ്റിയ മോയ്സ്ചറൈസർ വേണം. കാരണം ഓയിലി സ്കിന്നെ പോലെ അല്ല. ഓയിലി സ്കിന്നിൽ ഓൾറെഡി സ്കിന്നിൽ ഒരു ഓയിലി കണ്ടന്റ് ഉള്ളത് കൊണ്ട് നമുക്ക് നാച്ചുറലി ഒരു മോഷൻ സംഭവം ഉണ്ടാവും. അതിന്റെ കൂടെ തന്നെ ഒരു മോയ്സ്ചറൈസറിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ആകുമ്പോൾ രണ്ടുകൂടെ സെറ്റായിട്ട് അങ്ങ് പൊക്കോളും. പക്ഷെ ഡ്രൈ സ്കിൻ എന്ന് പറയുമ്പോൾ കുറച്ച് ടാസ്കാ. എപ്പോഴും ഇങ്ങനെ വരണ്ടിരിക്കുന്നതുകൊണ്ട് അത് ഒന്ന് ലോക്ക് അത്യാവശ്യം നല്ലപോലെ മോയ്സ്ചറൈസ് ആക്കി വെക്കുന്ന മോയ്സ്ചറൈസർ തന്നെ വാങ്ങിക്കണം. അപ്പം ഇത് എന്തുകൊണ്ടും ഓയിലി സ്കിന്നുകാർക്ക് പറ്റിയ ഒരു മോയ്സ്ചറൈസറാണ്.
ഇത് വാങ്ങിച്ചിട്ട് ഇതിന്റെ ഫസ്റ്റ് ട്യൂബ് വാങ്ങിച്ചിട്ടേ ഞാൻ ഡെക്കർ ചെയ്ത് വെച്ചേക്കുന്നില്ലേ, ഇത് വാങ്ങിച്ചിട്ട് ഞാൻ ഇതിന്റെ ട്യൂബ് വാഷ് ഒരെണ്ണം വാങ്ങിച്ചായിരുന്നു. അത് ഇതുപോലെ തന്നെ പച്ച കളറിലായിട്ടിരിക്കും. ഈ പറഞ്ഞ പോലെ സീക്ക കാമിങ് മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞിട്ട് ഡോട്ട് ആൻഡ് കീയുടെ തന്നെ ഒരു സാധനം. പക്ഷെ ആ സാധനം വാങ്ങിച്ചിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും ചെറിയ പാക്കറ്റിലാണ് 60 ml വരുന്നത്, അത് നല്ല പൈസ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ ട്യൂബ് വാങ്ങിക്കാന്ന് വിചാരിച്ചു. പക്ഷെ ട്യൂബ് വാങ്ങിച്ചിട്ട് നോക്കിയപ്പോഴത്തേക്കും ഇതിന്റെ സെയിം ടെക്സ്ചറും സാധനവും ഒക്കെയാ, പക്ഷെ അതെനിക്ക് പിടിച്ചില്ല, അതെനിക്ക് സ്കിന്നിന് പറ്റിയില്ല. അത് പിന്നെ ഞാൻ വീട്ടില് ഡ്രൈ സ്കിൻ, അമ്മയുടെയൊക്കെ ഡ്രൈ സ്കിൻ ഞാൻ അമ്മയ്ക്കൊക്കെ കൊടുത്തു, എനിക്കത് പറ്റിയില്ല. അപ്പോ എനിക്ക് ഈ ഒരു സാധനമാണ് എനിക്ക് സെറ്റായിട്ട് തോന്നി. പിന്നെ ഇതിൽ ഇവര് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇൻഗ്രീഡിയൻസ് സെൻഡല്ല ഓർ സീക്ക, പിന്നെ നിയാസിനമയുടെ പറയുന്നത്. സെൻഡല്ല ഓർ സീക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്ലാന്റ് ആണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു പ്ലാന്റ് ആണ്, നമ്മൾ ബോട്ടണിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സ്കിന്ന് സൂത്തൻ ചെയ്യാനും റെഡ്നെസ് കുറയ്ക്കാനും പിന്നെ സ്കിന്നിന്റെ ബാരിയർ റിപ്പയർ ചെയ്യാനും നല്ലതാണെന്നൊക്കെയാണ് അവർ ക്ലെയിം ചെയ്തേക്കുന്നത്. പിന്നെ നിയാസിനമൈഡ് നമുക്ക് ഫെമിലിയർ ആണ്, എല്ലാവരും മറ്റേ സെറം ഒക്കെ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ റെഡ്നെസ് പോകാനും പിമ്പിൾസ് കുറയ്ക്കാനും പിമ്പിൾ മാർക്സ് പോകാനും പിന്നെ ഓയിൽ കൺട്രോൾ ചെയ്യാനും പിന്നെ എനിക്ക് തോന്നുന്നു ഓപ്പൺ പോഴ്സ് ഒക്കെ ഒന്ന് കുറയ്ക്കാനും അങ്ങനെയൊക്കെ നല്ല ഉപകാരമാകുന്ന ഒരു ഐറ്റമാണ് ഈ നിയാസിനമൈഡ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിത്, പിന്നെ നിയാസിനമൈഡ് ഇൻക്ലൂഡ് ആയിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും ഒന്നും എനിക്ക് സ്കിന്നിൽ വർക്കായിട്ടൊന്നുമില്ല. പക്ഷെ ഇതെനിക്ക് കുഴപ്പമില്ല, എനിക്ക് വലിയ ഉപദ്രവകാരിയാവാത്ത ഒരു നല്ല ഡീസെന്റ് മോയ്സ്ചറൈസർ ആണ്. ഞാൻ ഒരുപാട് മോയ്സ്ചറൈസർ ട്രൈ ചെയ്തിട്ടുണ്ട്, അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു എല്ലാം. ആകെ ഒന്നും വർക്കാവാതെ ഒരു ഓറഞ്ച് ജെല്ല് ഗുഡ് വൈബ്സിന്റെ അത് മാത്രം യൂസ് ചെയ്ത സമയങ്ങളുണ്ട്, 2 വർഷം കണ്ടിന്യൂസ് യൂസ് ചെയ്ത്. കാരണം എനിക്ക് ഒരൊറ്റ ഓയിലി ഫ്രീ മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞ് ഇറക്കുന്ന സാധനം എനിക്ക് വർക്കായിട്ടില്ല. വലിയ വലിയ ബ്രാൻഡിന്റെ, ഞാൻ ഹൈ എൻഡ് ബ്രാൻഡിന്റെ കാര്യമല്ല പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാമാഎർത്ത് അങ്ങനെയുള്ള ഇതില്ലേ, അങ്ങനത്തെ ഒക്കെ ഉള്ള ബ്രാൻഡിന്റെ ഞാൻ കുറെ ട്രൈ ചെയ്ത് എനിക്ക് അങ്ങോട്ട് വർക്കായില്ല. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് സൈറ്റിൽ കയറി നോക്കിയാൽ അറിയാൻ പറ്റും, നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണം എന്നനുസരിച്ച് പല പല ബോട്ടിൽസിൽ നമുക്ക് അവൈലബിൾ ആണ്. മീൻസ് ഇപ്പോൾ 15 ml തൊട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, നിങ്ങളും ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ 60 ml, പിന്നെ അതിന്റെ മുകളിലേക്കുണ്ട്, പക്ഷെ മുകളിലേക്ക് പോകുമ്പോഴും റേറ്റ് കൂടും, ആ ഒരു ഇതേ ഉള്ളൂ. പിന്നെ നിങ്ങൾ സൈറ്റിൽ നിന്ന് വാങ്ങിച്ചാൽ മതി, കാരണം സൈറ്റിൽ നിന്ന് വാങ്ങിച്ചാൽ നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാമല്ലോ. ഈ പ്രാവശ്യം ഞാൻ ഓർഡർ ചെയ്താൽ അയക്കാന്ന് കേട്ടോ. ഈ ഒരു പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളുടെ ഓയിലി സ്കിൻ ആയിട്ടുള്ള ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്താലേ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ബൈ.